ഇതാണ് മിഷൻ 2009 പ്ലാൻ. ഇത് മിഷൻ 2009 നടപ്പിലാക്കാനുള്ള എക്സ്പ്ലോസീവ് വെപ്പൺസ് ആൻഡ് ക്യാഷ്. രാവിലെ മട്ടാഞ്ചേരി വരെ ഒന്ന് പോകണം. അവിടുത്തെ ഒരു ഗുണ്ട ഗാങ് 17 പേരുണ്ട്. എല്ലാവരും നമ്മളോട് നല്ല യോജിപ്പുള്ളവരാ. പക്ഷേ എമൗണ്ടിന്റെ കാര്യത്തിൽ മാത്രം കുറച്ച് ധാരണ അവനുണ്ട്. എനിക്ക് താല്പര്യമില്ലാത്തത് ഈ കാര്യത്തിൽ മാത്രമാണ്. സംഘടനയിലേക്ക് വരുന്നവർ പണം മാത്രം ലക്ഷ്യമിട്ടാവരുത്, ആശയങ്ങൾക്കാവണം പ്രാധാന്യം. പണത്തിന് മാത്രം പ്രാധാന്യമുള്ള ലോകമായത് എനിക്കും നിനക്കും എല്ലാവർക്കും. നാളെ ഒരു പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടാൽ രാജ്യദ്രോഹിയായ മകന്റെ മയ്യത്തൊന്ന് കാണുക പോലും വേണ്ടെന്ന് സ്വന്തം ഉമ്മ പോലും പറയൂ. അങ്ങനെ പറയാനേ കഴിയൂ, അല്ലെങ്കിൽ അവരെ പിച്ച് ചീന്തും ഈ നാട്ടുകാര്. അപ്പൊ പിന്നെ സ്വന്തം ജീവനൊഴിച്ച് ബാക്കിയെല്ലാം സേഫാക്കി വെക്കണ്ടേ എല്ലാവർക്കും? അല്ല, നിന്റെ ഈ സെറ്റപ്പ് നമുക്ക് നല്ല വളക്കുള്ള മണ്ണാണല്ലോ. പുസ്തക കച്ചവടക്കാർ, ഹൗസ് ഓണർ, തൊട്ടപ്പുറത്ത് മദ്രസ. ഇല്ല, ഞാനതിന് ട്രൈ ചെയ്തിട്ടില്ല. എന്തെങ്കിലും സംശയം തോന്നിയ മിഷൻ 2009 ബാധിക്കും. അത് നേരാ. പക്ഷെ എനിക്ക് ശ്രമിക്കാമല്ലോ. സംഘടനയിൽ എന്റെ ദൗത്യങ്ങളിലൊന്ന് അതുകൂടിയാണല്ലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സോറി ബഷീർക്ക, എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ സലീം, മോളി താമസിക്കുന്ന സത്താറിന്റെ ഫ്രണ്ടാ. ദാ പത്രം. വേണ്ട, വായിച്ചോളൂ. ഏയ്, എനിക്ക് ഈ പത്രം വായനയിലൊന്നും വലിയ താല്പര്യമില്ലിക്ക. ഇസ്ലാമിനെതിരായുള്ള ന്യൂസ് അല്ലാതെ വേറെന്താ ഇതിനകത്തുള്ളേ? നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് ഇവർ കൊട്ടിഘോഷിക്കും. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ നമ്മുടെ സഹോദരന്മാരെ കൊന്നൊടുക്കുന്നത് പുറം ലോകം അറിയ പോലുമില്ല. ശരിയല്ലേ? എന്തോ എനിക്കതൊന്നും അറിയില്ല. അതൊന്നാണാ, നന്നായി പുസ്തകം വായിക്കുന്ന ആളല്ലേക്കാ. ഗുജറാത്തിലെ ഒരു മുസ്ലിം ഗ്രാമം മുഴുവൻ ചുട്ടരിക്കപ്പെട്ടതും ഗർഭിണിയുടെ വയറുകീറി ഗർഭസ്ഥ ശിശുവിനെ വലിച്ചു പുറത്തിട്ട് ചവിട്ടി അരച്ചതൊക്കെ കണ്ണിപ്പെട്ടില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഇത്തിരി പാടാ. മിസ്റ്റർ സലീം മുബാറക്. മിസ്റ്റർ സലീം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിജിക്കൊപ്പം തോളുരുമി പ്രവർത്തിച്ച ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് വേണ്ടി സ്വന്തം പേരിലുണ്ടായിരുന്ന ഒരു ഗ്രാമം മുഴുവൻ തീരെഴുതി കൊടുത്ത മുഹമ്മദ് ഖാലിഫ തങ്ങളുടെ ചെറുമകൻ. എന്റെ ഈ സിരകളിൽ ഒഴുകുന്നതേ മുസൽമാന്റെ ചോരയല്ല, ഒരു ഭാരതീയന്റെ ചോരയാണ്. ഇവിടെയും തുടങ്ങിയോ നിന്റെ കത്തിവെപ്പ്? ഇവൻ ഇങ്ങനെ ബഷീർക്ക വെറുതെ വളവളാന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും മനസ്സിലുണ്ടായിട്ടല്ല. നീ പോയി കുളിച്ച് റെഡിയാവ്. എവിടെ പോണോന്ന് പറഞ്ഞല്ലേ? കാലം വല്ലാത്തതാ. ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കുമ്പോ സൂക്ഷിക്കണം. അൽഹംദുലില്ലാഹ്. ആരൊക്കെയായി വരണത്? വരി വരി. അച്ഛാ, എന്താ മോളെ? ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ ശരിയാവുക? ഞങ്ങൾ നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത് കാണണ്ടേ? അച്ഛനെ കണ്ട സന്തോഷത്തില് ഞാൻ ഒക്കെ മറന്നു. വാ ഗംഗേച്ചി, വാ. ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ പുതിയ അംഗമാണ് സന്ദീപ്. ഗംഗയും ഗൗരിയും പോലെ കണക്കാക്കിയാ മതി. വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് വന്നോളി. വരും. പത്ത് 17 വർഷം മുമ്പുള്ള കഥയാ, ഇവർക്കറിയാം. ഇപ്പോ നിക്കാഹ് നടന്ന സുനൈനയുടെ വാപ്പ റഷീദ് ഞാൻ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അയാളുടെ ബിസിനസ് എല്ലാം തകർന്ന് ഒന്നുമില്ലാതായപ്പോൾ റഷീദിനൊരു ദുർബുദ്ധി തോന്നി. കോയമ്പത്തൂർ ലോഡ്ജിൽ മുറി വാടകയ്ക്കെടുത്ത് 1.5 വയസ്സുള്ള സുനൈനയുടെ നാവിൽ വിഷം തേച്ചിട്ട് അയാളും ബീവിയും ആത്മഹത്യ ചെയ്തു. ഞാൻ ഈശ്വരനെന്നും റഷീദ് പടച്ചവനെന്നും വിളിക്കുന്ന അങ്ങേരുടെ തീരുമാനം ആ കുട്ടി മരിച്ചില്ല. ആരും ഏറ്റെടുക്കാനില്ലാത്ത അവസ്ഥയിൽ ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. സരസ്വതിയും അവളെ സ്വന്തം കുഞ്ഞായി തന്നെ സ്വീകരിച്ചു. അങ്ങനെ കുറച്ചു കാലം അവൾ എൻ്റെ വീട്ടിൽ വളർന്നു. പിന്നീട് എനിക്ക് തോന്നി അവൾ വളരേണ്ടത് എൻ്റെ വീട്ടിലല്ല. അവിടെ വളർന്നാൽ അവളെൻ്റെ റഷീദിൻ്റെ മകളല്ലാതായി മാറും. മതം മാറും, ആചാരങ്ങൾ മാറും. സ്വന്തം സമുദായത്തിൽ നിന്ന് ഒരു വിവാഹാലോചന പോലും വന്നില്ലാതെ വരും. ഇപ്പൊ നമ്മൾ ആ വീട്ടിൽ പോയില്ലേ, സാധുക്കളാ, നിത്യവൃത്തിക്ക് തന്നെ കഷ്ടപ്പെടുന്നവര്. ഞാൻ ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അവർ സുനൈനെ ഏറ്റെടുക്കാൻ തയ്യാറായി. എന്ന് വെച്ച് അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? വിദ്യാഭ്യാസം ഉൾപ്പെടെ അവളുടെ സകല ചെലവും ഞാനങ്ങ് ഏറ്റെടുത്തു.
ഇപ്പൊ തന്നെ ഈ നിക്കാഹ് ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ മുൻകൈയെടുത്തത് ആരാ? മൂപ്പരാ. നമ്മുടെ കടമകൾ അതുകൊണ്ടും തീരുന്നില്ലല്ലോടോ. ഇനിയിപ്പോ പ്രസവം വരും, പെൺവീട്ടുകാരുടെ ചെലവല്ലേ അതൊക്കെ. നീ നോക്കിക്കോ, എന്നെ ആദ്യം മുത്തശ്ശ എന്ന് വിളിക്കുന്ന അവളുടെ കുട്ടിയായിരിക്കും. മുത്തശ്ശാന്നായിരിക്കില്ല, അവരുടെ രീതി അനുസരിച്ച് ഉപ്പുപ്പാന്നായിരിക്കും വിളിക്കുക. ആയിക്കോട്ടെ, എങ്ങനെ വിളിച്ചാലും എന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും വരുന്നില്ലല്ലോ. ഇപ്പൊ അള്ളാന്നും ഈശ്വരാന്നും കർത്താവേ എന്നൊക്കെ വിളിക്കുന്നത് ഒരേ ശക്തിയെ തന്നെയല്ലേ. അത് തിരിച്ചറിഞ്ഞാ മതി, അവിടെ തീരും പ്രശ്നം. ഇപ്പൊ അള്ളാന്നും ഈശ്വരാന്നും കർത്താവേ എന്നൊക്കെ വിളിക്കുന്നത് ഒരേ ശക്തിയെ തന്നെയല്ലേ. അത് തിരിച്ചറിഞ്ഞാ മതി, അവിടെ തീരും പ്രശ്നം. എങ്ങനെയുണ്ട്? ഇതെങ്ങനെ പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി തുടരുക, അതിന് മുടക്കം വരുത്തണ്ട. ആ ആ അച്ഛൻ നന്നായി പനിക്കുന്നുണ്ടല്ലോ. ഓ എന്റെ കുഞ്ഞെ, ഇത് ഭയത്തിൽ നിന്നുണ്ടായതാന്ന് ഡോക്ടർ പറഞ്ഞില്ലേ. മാറിക്കോളും, പേടിക്കണ്ട. സോറി. സാരെന്തിനാ സോറി പറയുന്നേ? ലോറിക്കാരൻ റോങ് സൈഡിൽ വന്നുകൊണ്ടല്ലേ. റോങ് സൈഡോ? അതാ ലോറിക്കാരെ കുഴപ്പമൊന്നുമല്ല, സന്ദീപേരും ശ്രദ്ധിക്കാഞ്ഞിട്ടാ. നീ ഒന്നും കണ്ടില്ല, അതാ ലോറിക്കാരുടെ കുഴപ്പം കൊണ്ട് തന്നെയാ. ആ ഗൗരി കുഞ്ഞ് പറഞ്ഞതാ ശരിയെന്നാ എനിക്ക് തോന്നുന്നു. താൻ റിഹേഴ്സലിന്റെ കാര്യം നോക്കുന്നോ അതോ ഇയാളുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നോ? ഓ അത് കൊള്ളാം. ടിപ്പർ ലോറികൾ കാറിന്റെ പണി ഏറ്റെടുത്തിരിക്കുന്ന കാല. ഒരു അപകടം നടന്നിട്ട് അതിന്റെ കാരണം അന്വേഷിക്കാൻ നോക്കുമ്പോ അതിനായി ഞാൻ പ്രത്യേക ശമ്പളം ചോദിച്ചില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പോവാ. എന്നെ കണ്ട മോളെ, എന്താ അച്ഛാ? നീ താഴേക്ക് ചെല്ലേ. ഒരു ചായ. ഇപ്പൊ കൊണ്ടുവരാം. നീ പൊക്കോ. ഉം. ആ ഇരിക്ക്. തനിക്ക് എന്താ പെട്ടെന്ന് പറ്റിയത്? ഞാൻ ആ സമയത്ത് എനിക്ക് മനസ്സിലായി. സുനൈനയുടെ കഥ കേട്ടപ്പോ താൻ പെട്ടെന്ന് തൻ്റെ മാതാപിതാക്കളെ ഓർത്തു. ശരിയല്ലേ? കഴിഞ്ഞതൊക്കെ മറക്കണം എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒറ്റപ്പെട്ട് ജീവിച്ച കാലം കഴിഞ്ഞു എന്ന് വിചാരിക്കണം. തനിക്കിപ്പോ ഞങ്ങളൊക്കെ ഇല്ലേ? ദൈവം എന്താ എനിക്കൊരാൺകുഞ്ഞിനെ തരാത്തത് എന്നുള്ള സംശയം മാറിയത് താനുമായിട്ട് അടുത്തതിന് ശേഷമാണ്. സർവശക്തനായ ദൈവം എല്ലാം കാണുന്നവനല്ലേ. അണ്ണാ, ഇവരൊക്കെ നമ്മുടെ ശത്രുക്കൾ തന്നെയാണോ? ആ ഇവിടെ വന്ന് നിക്കുക. ദേ മര്യാദക്ക് ഈ ചായം കുടിച്ച് അച്ഛൻ്റെ അടുത്ത് പോയിരുന്നോണം. എന്നിട്ട് ഉത്തരവാദിത്തമായിട്ട് റിഹേഴ്സലിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. അതേ കളരിപ്പയറ്റിന്റെ കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, എല്ലാത്തിലും ഒരു കണ്ണു വേണം. അതൊക്കെ ഞാൻ എന്തിനാ നോക്കുന്നേ? സാറിന് വയ്യെങ്കിലും ഗംഗയില്ലേ? അല്ല, ഇതുവരെ താനല്ലേ എല്ലാം ചെയ്തോണ്ടിരുന്നേ? അതൊക്കെ പണ്ട്. വേറെ ആളില്ലാത്തത് കൊണ്ട് കുറെ ഉത്തരവാദിത്തങ്ങൾ എന്റെ തലയിലായെന്നുള്ളത് നേര്. പക്ഷേ ഇപ്പൊ സന്ദീപേട്ടനുണ്ടല്ലോ,